ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അതെ, ഇന്ന് ഞാൻ ഷോപ്പിലൊന്നും പോകാതിരുന്നുകൊണ്ട് എനിക്ക് വല്ലാത്തൊരാഗ്രഹം. വേറൊന്നുമല്ല, എനിക്ക് നല്ല ചൂടോടെ നല്ല ബീഫ് ബിരിയാണി കഴിക്കാനൊരാഗ്രഹം. അപ്പം ഞാൻ ഇക്കായ അന്നേരം തന്നെ വിളിച്ച് പറഞ്ഞു, എനിക്ക് ചൂടോടെ നല്ല ബീഫ് ബിരിയാണി എവിടെ നിന്നെങ്കിലും ഒന്ന് വാങ്ങിച്ചുകൊണ്ട് തരുമോയെന്ന്. അങ്ങനെ പെട്ടെന്ന് തന്നെ ആളിനെ വിട്ടിട്ട് നല്ലൊരു ബീഫ് ബിരിയാണി കൊണ്ടുവന്നപ്പം തന്നെ നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാനത് തുറന്നിട്ട് കഴിക്കാൻ തുടങ്ങിയപ്പോഴുണ്ടല്ലോ, സൂപ്പർ ബിരിയാണി. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാധാരണ ഞാൻ ഈ ഇവിടുത്തെ ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പം എനിക്ക് ബിരിയാണി ഒന്നും ഇഷ്ടപ്പെടാറേ ഇല്ല. ഒരു ഇച്ചിരി കഴിച്ചിട്ട് എങ്ങനെയെങ്കിലും കുറച്ച് കഴിച്ചിട്ട് ഞാനങ്ങ് മാറ്റി വെക്കുകയാണ് പതിവ്. ബാക്കി ഇക്കായോ മക്കളോ ആരെങ്കിലും കഴിക്കുകയാണ് പതിവ്. പക്ഷേ ഇന്ന് ഞാൻ ഫുള്ള് ഇരുന്ന് കഴിച്ചു കേട്ടോ. പിന്നെ ഒന്നാമത്തെ കാര്യം, എനിക്കാണെങ്കിൽ ഇന്ന് നല്ല ക്ഷീണമോ എന്തൊക്കെയോ മടിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഇവിടെയുള്ള കുറച്ച് ജോലികൾ മാത്രമേ ചെയ്തുള്ളൂ. ബാക്കിയെല്ലാം അവിടെ കിടക്കുവാണ് ജോലിയൊക്കെ. അത് കഴിഞ്ഞിട്ട് ഇനി എനിക്ക് ഈ ബിരിയാണിയും കഴിച്ചിട്ട് നമുക്കൊരു ഉച്ചയുറക്കം ഉണ്ടല്ലോ. അപ്പോൾ കുറേ ദിവസമായിട്ട് ഉച്ചയുറക്കം ഇല്ലാത്തതുകൊണ്ട് ഇന്നൊന്ന് ഉറങ്ങണം നല്ലപോലെ കിടന്ന്. അതൊക്കെ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്താണ്, വേറൊന്നും ഇതില്ല. ഐലൈനറും ലിപ്സ്റ്റിക്കും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാണ് അവർ രണ്ടും. അവരില്ലെങ്കിൽ എൻ്റെ ജീവിതം എന്തോ പോലെയാണ്. വേറൊന്നും യൂസ് ചെയ്യില്ല കേട്ടോ. പോകാനൊക്കെ നമ്മൾ സെറ്റായി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ വന്നിട്ട് ഞാൻ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ ഇവിടെ വന്നിരുന്നപ്പോൾ ഉണ്ടല്ലോ, അവിടെ ഇരുന്ന് എൻ്റെ ചെവിക്കീഴി ഒരാൾ ഇങ്ങനെ ഇരുന്ന് ചെറബറാന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല ഇറിറ്റേറ്റഡ് ആയി. പിന്നെ അതിൻ്റെ കൂടെ നല്ല വൈകുന്നേരത്തെ ഒരു വെയിലുണ്ടല്ലോ, ഒരു എന്താ പറയുന്നത്, നല്ലൊരു വെയിലാണ്. പക്ഷേ എനിക്കത് ഫേസിലടിക്കുമ്പോൾ എന്തോ ഒരു ഇറിറ്റേറ്റഡ് ആയി. അങ്ങനെ നേരെ ഇവിടെ നടന്നു വന്ന് നിന്നിട്ട് ട്രെയിൻ വരുന്നതും കാത്ത്. നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ട്രെയിന്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനൊക്കെ നല്ല ഡെവലപ്പ് ആയിട്ടുണ്ട് ഇപ്പോൾ കേട്ടോ. ഞാൻ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ റെയിൽവേ സ്റ്റേഷനും ശാസ്താംകോട്ട ഏരിയ തന്നെ ഭയങ്കര ഡൗൺ ആയി കിടന്ന ഏരിയകളാണ്. ഇപ്പം ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആയിട്ടുണ്ട്. നമ്മുടെ ഭരണത്തിൻ്റെ ആയിരിക്കാം അല്ലേ. അപ്പോൾ ഭരണത്തിൻ്റെ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൺട്രോ വഴിയാണ് ഈ ട്രെയിൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മൺട്രോയുടെ ആ ഒരു എന്താ പറയുന്നത്, ഒരു വ്യൂ ഉണ്ടല്ലോ, ആ വ്യൂ ഒക്കെ കണ്ട് നമ്മളിങ്ങനെ ആസ്വദിച്ച് പോകാൻ ട്രെയിനിരുന്ന് സാധിക്കും. അങ്ങനെ എന്തായാലും ട്രെയിനിൽ ഇരുന്ന് വ്യൂസും കാര്യങ്ങളും എല്ലാം ആസ്വദിച്ച് നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എത്തി. കൊല്ലത്തുനിന്ന് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഒരു ഷോപ്പിലേക്കാണ്. അപ്പോൾ മക്കളെ വിളിച്ചിട്ട് മക്കൾ കളിക്കാനാണ് പോയേക്കുന്നു, ഫുട്ബോൾ കളിക്കാൻ. അപ്പോൾ ഞാൻ എന്തായാലും ബസ്സിന് പോകാമെന്ന് വെച്ചു. അങ്ങനെ ബസ്സിന് നേരെ വന്ന് അവിടെ ഇറങ്ങിയിട്ട് കുറേ നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് ഓട്ടോ ഒന്നും വിളിക്കാൻ നിന്നില്ല കേട്ടോ. എന്തായാലും നടക്കാം, കുറേ നമ്മളിപ്പോൾ നടക്കുന്ന അങ്ങനെയൊന്നും ഇല്ലല്ലോ. അങ്ങനെ നടക്കാമെന്ന് വിചാരിച്ച് നടന്ന് നേരെ നമ്മുടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഷോപ്പിൽ വന്നപ്പോൾ ഉണ്ട് ഇവിടെ നല്ല കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. പുതിയ ഓണം കളക്ഷൻസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നോക്കിയൊക്കെ പർച്ചേസ് ചെയ്തൊക്കെ എടുത്ത് ബില്ലൊക്കെ അടിക്കാൻ കൊടുത്തിട്ട് ഞാൻ ഈ വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ നല്ല 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 സോഷ്യലാണ് കേട്ടോ, നല്ല പിള്ളേരാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ സാധനമൊക്കെ എടുത്തിട്ട് നേരെ വീണ്ടും നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നിട്ട് അവിടുന്ന് 8:15 ആയപ്പോഴത്തേക്ക് നമ്മുടെ മലബാർ എക്സ്പ്രസ്സിന് കയറി നേരെ ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വീട്ടിൽ നിന്ന് കിച്ചണിലോട്ട് കയറി. അപ്പോൾ കുറച്ച് ബീഫൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ രാത്രിത്തെ ഉണ്ടാക്കാൻ പോവുകയാണ്. വന്നപ്പോഴത്തേക്ക് ഇറച്ചിയൊക്കെ എടുത്ത് ബീഫായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് വാങ്ങിച്ചു തന്ന ബീഫാണിത്. അപ്പോൾ 2 ദിവസമായി കൊണ്ടുവന്നിട്ട് ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അപ്പൊ എന്തായാലും വന്നപ്പോഴത്തേക്ക് ഐസൊക്കെ വിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ഒക്കെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് ഇതെന്തായാലും നല്ല ഐസൊക്കെ വിട്ട് സെറ്റായിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് കഴുകി നമുക്ക് എടുക്കാം. ഞാൻ വന്നപ്പോഴത്തേക്ക് ഇറച്ചിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രീസറിൽ നിന്ന് എടുത്ത് വെള്ളത്തിയിട്ട് അത് ഞാൻ സെറ്റാക്കി എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉള്ളിയും സവാളയും കൊച്ചുള്ളിയും എല്ലാം കൂടെ അരിഞ്ഞിട്ട്, സവാളയാണ് കൂടുതൽ അരിഞ്ഞു വെച്ചത് കേട്ടോ. എന്തായാലും ഞാനിപ്പോ ഇനി ഇങ്ങനെ അങ്ങ് വെക്കാൻ പോവാണ്. ഇനിയിപ്പോ എനിക്ക് ഉള്ളിയൊന്നും അറിയാൻ മേല, അപ്പൊ ഇങ്ങനെ അങ്ങ് വെക്കാം. അപ്പൊ എല്ലാം തെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി എനിക്കിത് ബീഫ് കറി വെച്ചാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ ഒരു ഉപകാരം ഞാൻ വന്നപ്പോഴത്തേക്ക് ചെയ്തു വെച്ചേട്ടോ. ഒഴിച്ചു എല്ലാം ഉള്ളിയും സവാളയും എല്ലാം കൂടി ഇടാൻ പോകുന്നു.
എല്ലാം വാട്ടി വെക്കാം കേട്ടോ, അല്ലെങ്കിൽ അന്നത്തെ കൂട്ട് ഷെഫ് പറഞ്ഞ രീതിക്ക് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും. അങ്ങനെ ഉള്ളി എല്ലാം വാട്ടാനിട്ട്. അപ്പോൾ നമുക്ക് ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കാം, പെട്ടെന്ന് വാടാൻ വേണ്ടി. ഒരുവിധം വാടിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കൂടെ ബീഫും കൂടെ അങ്ങ് ഇട്ട് വെക്കാം. കാരണം ഇന്നിനി രാത്രിയുണ്ട്, സമയം ഒത്തിരി ആയിട്ടോ. ഇനി ഇത് വാട്ടി കഴിച്ചിട്ട് വേണം കിടക്കാൻ. ഞാനെന്തായാലും കഴിക്കുന്നില്ല, കഴിക്കുള്ളതാണ്, മക്കളും ഇല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ ബൈ.